Hello, everyone. Thank you for joining today's talk. നമ്മളിപ്പോൾ ലോക്ക്ഡൌണിൽ നിന്ന് മാറി തുടങ്ങി പല ചേഞ്ചസും വരുന്നുണ്ട്. ഒക്കെ വളരെ സന്തോഷമാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് റിഫ്ലക്ട് ചെയ്യേണ്ട ഇഷ്യൂ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ സിറ്റുവേഷൻ. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മലയാളി സ്റ്റുഡൻസിന്റെ കാര്യങ്ങൾ അതെന്തൊക്കെയാണ് അതിനൊക്കെ പറ്റിയിട്ട് സംസാരിക്കാനാണ് ഇന്നൊരു ഒരു ചാറ്റ് നടത്താമെന്ന് തീരുമാനിച്ചത്. പിന്നെ ആദ്യം ഫിലിപ്പിനിലേക്ക് ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഗ്രോസറി ഇപ്പൊ എനിക്കൊന്നും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം എല്ലാവരും കുഴപ്പമില്ല. പക്ഷെ റെന്റ് ആണ് എല്ലാവർക്കും ഇപ്പൊ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. പക്ഷെ എനിക്കൊന്നും ഇപ്പോഴും വലിയ കുഴപ്പമില്ല. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിനാ ഇച്ചിരൂടെ ബുദ്ധിമുട്ടെന്ന് തോന്നുന്നു. ഇപ്പൊ എല്ലാവർക്കും ആ ഒരു റിസർവ് മണി ഉണ്ട്, കുറെ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോകുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ഇപ്പൊ കുറച്ചു പേരോട് സംസാരിച്ചതിൽ നിന്ന് ഇപ്പൊ ഫിലിപ്പ് പറഞ്ഞ പോലെ ഗ്രോസറി, റെന്റ് അങ്ങനെ നമ്മൾ ബ്രോഡായിട്ട് സംസാരിച്ചു. അപ്പൊ സ്മിതയ്ക്ക് ഒരാഴ്ച ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് എത്ര, ഒരു സ്റ്റുഡന്റിന് എത്ര പൈസ വേണം സർവൈവ് ചെയ്യാൻ ഇവിടെ? എനിക്ക് അത് ടോട്ടലി പേഴ്സണൽ ചോയ്സസ് ഡിഫർ ചെയ്യും. കാരണം കൈൻഡ് ഓഫ് ലൊക്കേഷനും താമസിക്കുന്ന സ്ഥലമൊക്കെ അനുസരിച്ചിരിക്കും എക്സ്പെൻസസ്. പക്ഷെ എനിക്ക് വരുന്ന എക്സ്പെൻസസ് ഇസ് ബിറ്റ്വീൻ $275 to $300 റെന്റ് കൂട്ടിയിട്ട്. അതിൽ ഗ്രോസറി, ട്രാൻസ്പോർട്ടേഷൻ, വൈഫൈ ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ബിക്കോസ് ഞാൻ ആവുന്നത്ര മിനിമൈസ് ചെയ്തിട്ട് നിൽക്കാനാണ് നോക്കണേ, സ്റ്റുഡന്റ് ലൈഫ് ആയതുകൊണ്ട്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലിമിറ്റിൽ നിൽക്കണത്. സോ ഐ ട്രൈ ടു കട്ട് ഡൗൺ ഓൺ മൈ ഗ്രോസറീസ് ആവുന്ന അത്രയും. സോ ബഡ്ജറ്റിൽ നിൽക്കും എന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ ജോബിന്റെ സിറ്റുവേഷൻ എങ്ങനെയാ? ഞാനിവിടെ ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ വർക്ക് ചെയ്യായിരുന്നു. പക്ഷെ ഈ സിറ്റുവേഷൻ കാരണം അവർ എല്ലാ കാഷ്വൽ എംപ്ലോയീസിനെ ലേ ഓഫ് ചെയ്തു. അപ്പൊ ഞാനിപ്പോ തൽക്കാലം എന്റെ കുറച്ച് ലെഫ്റ്റ് ഓവർ സേവിങ്സിലാണ് മാനേജ് ചെയ്യണേ. ബട്ട് ഐ എം ഗോണ റൺ ഔട്ട് ഓഫ് ഇറ്റ് വെരി സൂൺ. അത് കഴിഞ്ഞാൽ എന്താ സിറ്റുവേഷൻ എന്ന് എനിക്ക് അറിയില്ല. വന്നിട്ട് 10 മാസമായി അല്ലേ? 10 മാസമായി. വേറെ വല്ല ജോബിന്റെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാ ഇപ്പൊ? ഈ പാർട്ട് ടൈം ജോബ്സ് റീറ്റെയിലാണെന്ന് പറഞ്ഞു. Do you think anything? What is the response then when you approach for job? ജോബിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പൊതുവെ റെസ്പോൺസ്? ബട്ട് ഓണസ്റ്റ്ലി ഞാൻ ജോബ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ബിക്കോസ് റീറ്റെയിൽ ആയിട്ടുള്ള ഔട്ട്ലെറ്റ്സ് ഒന്നും ഓപ്പൺ അല്ല. ഉള്ള ഔട്ട്ലെറ്റ്സ് ലൈക്ക് BWS ഓർ ഓപ്റ്റസ്, സൂപ്പർ മാർക്കറ്റ്സ്, അവര് വെരി ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ടുള്ളൂ. പിന്നെ എക്സ്പോഷർ ടു ദ വൈറസും കൂടുതലാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ. കാരണം ദ കൈൻഡ് ഓഫ് പീപ്പിൾ സൂപ്പർ മാർക്കറ്റിൽ വരുന്നത്. സോ ഇറ്റ്സ് എ ലിറ്റിൽ റിസ്കി. അപ്പൊ അത്ര ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അപ്പൊ എല്ലാവരും ഉള്ളത് വെച്ച് മാനേജ് ചെയ്യാണ്. ഇന്ത്യൻ എംബസിന്നുള്ള സപ്പോർട്ടിനെ പറ്റിയിട്ട് അറിയോ? ഇല്ല. And what I want to know from you, same thing, like how much would you need ഒരു സ്റ്റുഡന്റ് എന്ന രീതിയിൽ സർവൈവ് ചെയ്യാൻ എത്ര പൈസ? So സ്മിത പറഞ്ഞ പോലെ തന്നെ it's personally it differs for a lot of people, but for me I think it would be between $250 and $300 a week inclusive of everything. And yes, like now we're cutting. I have not come to a point like I've been seeing a lot of posts on Facebook for grocery kit and support and all that. Touch wood, I've not reached that point yet, but I know if this continues I will, which is the scary part for me. Plus I did support work as a job. I did support work where I was teaching fitness and stuff for disabled kids, and that's on halt because they think those because of COVID that's on halt. And it's a tough situation, but like I'm in my second year, so at least there is some savings from the first year that I'm living on right now, but that's not the case for most people, and that's the concerning part. ഇന്ത്യൻ എംബസിയിലുള്ള സപ്പോർട്ടിനെ പറ്റിയിട്ട് അറിയോ? എംബസിയില് ഞങ്ങളുണ്ട്, സപ്പോർട്ട് ചെയ്യാനൊക്കെ ഞങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവര് പറയുന്ന ആ പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും ഇറ്റ്സ് നോട്ട് റിയലി ക്ലിയർ.
it's just saying we are there for you, but we don't understand to what capacity, you know. I might be a little more privileged, but I know so many people, they're not necessarily Malayalis alla, but Indian varna kore students who are not in the same capacity. Yeah. ഈ റെന്റൽ സപ്പോർട്ട് എന്തെങ്കിലും ഓഫർ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടോ ഗവൺമെന്റോ അല്ലെങ്കിൽ rental support യൂണിവേഴ്സിറ്റിന്നോ? നമ്മൾ എൻടൈറ്റിൽ ആണ് തോന്നുന്നില്ല റെന്റൽ സപ്പോർട്ടിന്. അതെ, നമ്മള് ലൈക്ക് there is a Queensland rental grant എന്നൊക്കെ പറഞ്ഞ സംഭവം, ഞാൻ അതിൽ അപ്ലൈ ചെയ്തു, ബട്ട് it's not really applicable പക്ഷെ for അതിൽ students. നമ്മളുടെ വിസ ക്ലാസ്സിനുള്ളതില്ല. ഇല്ല. And house owners-നോട് ഞങ്ങൾ ഒരു ഇമെയിൽ അയച്ചു. I sent an email to my house owner, but എനിക്ക് കിട്ടിയ റിപ്ലൈ I still have it on email. അവർക്ക് അവരുടെ മോർഗേജ് അടക്കണം, അതുകൊണ്ട് റെന്റ് ഒന്നും കുറയ്ക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അപ്പോൾ the next best option for me is to terminate my lease, because you know I cannot continue paying that rent. Yeah. ഫിലിപ്പിലേക്ക് ഞാൻ ഒരു ചോദ്യം ചോദിക്കാണ്. ഇപ്പൊ ശരിക്കും ഹൗസ് ഓണേഴ്സ് പറയുന്നു മോർഗേജ് അടയ്ക്കണം, പക്ഷെ നമുക്കറിയാം അവർക്ക് മോർഗേജിന് ഒരു റിലീഫ് ഇപ്പൊ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ട് നമുക്ക് അവെയിൽ ചെയ്യാൻ പറ്റില്ലേ സ്റ്റുഡൻസിന്? പക്ഷെ എനിക്ക് തോന്നുന്നു മോർഗേജിന് റിലീഫ് ഉണ്ടെങ്കിൽ പോലും ഓണർ ഓക്യുപ്പൈഡ് ഇതിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ തോന്നുന്നു. that's what my understanding is. അതാ ഞാൻ ന്യൂസിൽ കണ്ട് മനസ്സിലാക്കിയത്. അല്ലാതെ എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിക്ക് കൊടുത്തിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ എനിക്കറിയാവുന്ന 2-3 പേര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഹാഫ് ഇത് കൊടുത്തിട്ടുണ്ട്, മറ്റേ പകുതി കൊടുത്താൽ മതി റെന്റ്. പക്ഷെ കുറച്ചു പേർക്ക് കൊടുത്തിട്ടുള്ളത് ഇപ്പം 3 weeks കൊടുക്കണ്ട, പിന്നെ ഇത് കഴിയുമ്പോഴത്തേക്കിന് എന്താണെന്ന് നോക്കിയിട്ട് പിന്നെ അതോട് ചേർത്തിട്ട് പിന്നെ കൊടുത്താൽ മതി എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ എന്തൊക്കെ ഓപ്ഷൻസ് വെളിയിലുള്ളതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്റെ എഗ്രിമെന്റ് ഡയറക്റ്റ് ലാൻഡ് ലോഡ് ആയിട്ട്, അപ്പൊ എനിക്ക് വലിയ കുഴപ്പമില്ല. ഞാൻ അതിനകത്ത് അത്രയ്ക്ക് എനിക്കറിയില്ല. ഞാൻ എന്റെ ഹൗസ് ഓണറായിട്ട് സംസാരിച്ചപ്പോ അങ്ങേര് പറഞ്ഞത് അവർക്ക് എന്തോ മോർഗേജ് ഫ്രീസ് ആണോ, പക്ഷെ മോർഗേജ് കുറച്ച് കൊടുത്താൽ മതി എന്നാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ഈസിയർ ഫോർ ഹിം ടു റെഡ്യൂസ് ഞങ്ങളുടെ റെന്റ്. പക്ഷെ എന്നിട്ടും അങ്ങേര് $25 റെന്റേ കുറച്ചുള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിയ ഡിഫറൻസ് വരണില്ല. അല്ല, he was talking about മോർഗേജിനെ കുറിച്ച് എന്തോ പറയുന്നല്ലേ. അപ്പൊ I was just എന്റെ conversation with എന്റെ house owner was it didn't make sense for me, because you know, he could have at least reduced the rent or something. Personally, I had another issue with a housemate refusing to pay his rent. So because our lease ende perillayonde, I was forced to cover his rent as well. അവസാനം ഞാൻ അവനെ പറഞ്ഞയച്ചു. I told him ഞാൻ അവന് 2 ആഴ്ച അവൻ വാടക അടച്ചില്ല. അപ്പൊ ഞാനാണ് ആ 2 ആഴ്ച I covered his rent as well. And you know, when I didn't have any support, and you know, especially and the job is on hold, it's literally taking all the reserve money and putting into this house. Yeah, so that's what I faced. I think even Drishya had applied for a rental grant. Basically, even I applied for my rental thing, because my one of my roommates had to leave because of what the Prime Minister had told us, that if you can't, it's not that she couldn't afford to live here. Of course she could, but when that message came across as you know, we advise you guys to leave if you can, and that really shook her parents as well. And then she just made a decision to leave as soon as she could. So one of our rooms in our house is empty, and she's still trying to pay rent for it because we don't know what else to do at this point. And so we applied for a rental, and all she told us is that we have to show some proof of our income being cut, and then she would take it forward and see what she can do. Okay, അതില് വെയിറ്റ് ചെയ്യണം അല്ലേ? ജോബിന്റെ സിറ്റുവേഷൻ എങ്ങനെയാ ദേശീയ? I'm currently still working because I work for a family friend. So they still have a job for me, so I'm okay.
But yeah, but my roommates still have the issue and the problem. So, Philip, you must ഇത് ഒരുപാട് കേൾക്കുന്നുണ്ടാവും അല്ലെ അതെ. റെന്റ് ഒരുപാട് പേർക്ക് അതിൽ ഇതുണ്ട്. പക്ഷെ എനിക്ക് അറിയത്തില്ല എത്രത്തോളം എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ കുറച്ച് വോളണ്ടിയർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുള്ളവർക്ക് അവരുടെ വീട്ടില് അവർക്ക് എന്താ പറയുന്നത്, ഇവിടുത്തെ സ്റ്റുഡൻസിന്റെ പേരൻസുമായിട്ട് സംസാരിച്ചാൽ അവർക്ക് അവരുടെ വീട്ടിൽ ചിലപ്പോൾ ഈ സിറ്റുവേഷൻ മാറുന്നിടം വരെ ഒരു മാസം അല്ല 2 മാസം വരെയൊക്കെ കുഴപ്പമില്ലാതെ താമസിക്കാൻ പറ്റും എന്ന് പറഞ്ഞൊരു കുറച്ച് വോളണ്ടിയേഴ്സ് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു ആക്കും ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ എനിക്കും അറിയത്തില്ല എത്രത്തോളം ഡെസ്പറേറ്റ് ആയിട്ട് ആൾക്കാർ വെളിയിലുണ്ട്. അവരുദ്ദേശിക്കുന്ന മറ്റൊരു രക്ഷയും ഇല്ലെങ്കിൽ അവർക്കത് ചെയ്യാൻ പറ്റും. നമ്മളാരും വഴി കിടക്കേണ്ട വരരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് പേരുണ്ട്. Probably what we are tip of the iceberg. ഇനി നമ്മൾ ഈ റീറ്റെയിൽസ് തുറന്നില്ലെങ്കിൽ, ഷോപ്സ് ബാക്ക് ടു നോർമൽ ആയില്ലെങ്കിൽ, ഈ ഒരു സിറ്റുവേഷൻ ഇവോൾവ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണെന്നാണ്, വഴി തിരിക്കാൻ പോവാണെന്നുള്ളതാണ് തോന്നുന്നത്. അല്ല, ഞാൻ സിറ്റുവേഷൻ എത്ര വേഴ്സ് ആണെന്ന് പറയാൻ വേണ്ടിട്ട് ഞാൻ ഇപ്പൊ എന്റെ കോൺട്രാക്ട് ഈ മാസം കഴിയാണ്. ഓണർ അത്ര റെന്റ് കുറച്ചിട്ടില്ല, ജോലിയും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ ദൃശ്യയുടെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഞാനും ദൃശ്യയും റൂം ഷെയർ ചെയ്യാൻ പോവാണ്, സോ ദാറ്റ് ബോത്ത് ഓഫ് us can afford to pay it. അപ്പൊ ഞങ്ങളുടെ റെന്റും കുറയും, അപ്പൊ ഗ്രോസറീസ് വാങ്ങാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ അങ്ങനത്തെ മെഷേഴ്സ് എടുക്കുകയാണ് ഇപ്പോ ടു ഗോ ഫോർവേഡ്. there is no other choice. കാരണം ഞങ്ങളിപ്പോ തിരിച്ച് വീട്ടിലേക്ക് പോയാലും ഇവരുടെ റൂൾസ് അനുസരിച്ച് ഞങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുമോ ഇല്ലയോ ഒന്നും അറിയില്ല. സോ ഇവിടെ സ്റ്റക്ക് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് പോകണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പോവാൻ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. എനിക്ക് മനസ്സിലായത് ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ് വളരെ എക്സ്പെൻസീവ് ആയിട്ടാണെന്നാണ് ഞാൻ കേട്ടത്. മാത്രമല്ല എനിക്കൊന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എല്ലാരും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല തിരിച്ചുള്ള. എനിക്കൊന്ന് ഇവിടെ ഉള്ളവരൊക്കെ ബുദ്ധിമുട്ടുള്ള മിഡിൽ ഈസ്റ്റ് ഉള്ളവർ അവരെ പോലും എടുക്കുന്നില്ല. അപ്പൊ ഇവിടെ ഉള്ളവരുടെ കാര്യം എത്രത്തോളം പെട്ടെന്ന് പോകാൻ പറ്റും എന്നുള്ള കാര്യവും എനിക്ക് തോന്നുന്നു ഇച്ചിരി പാടാണ്. അല്ല, ബട്ട് കുറെ പേര് അവരുടെ കോഴ്സ് കഴിയുന്ന ആൾക്കാർക്ക് ഈ ദർ ഇസ് ദിസ് ഓപ്ഷൻ ഓഫ് മറ്റേ ടെമ്പററി റെസിഡന്റ് ആയിട്ട് ജോലിയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റില്ലേ. അപ്പൊ അവരുടെ സിറ്റുവേഷൻ ഇഫ് യു ഗോ ബാക്ക് ദെൻ 1 year ട്രാവൽ ബാൻ ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പൊ അവരുടെ വിസ സ്റ്റേറ്റസിന് എന്താവാന്ന് വി ഡോണ്ട് ഹാവ് ക്ലാരിറ്റി ഓൺ ദാറ്റ്. സോ ദാറ്റ് ഈസ് ഓൾസോ ലൈക്ക് ഞാൻ ഐ വുഡ് ഹാവ് ഗോൺ ബാക്ക് ഹോം, ബട്ട് I want to also make use of my TR. I want to make use of living here for another 2 years. And that is at stake. I don't know. Adine endha vittannu ariyillalo. There is no clarity on that. Yeah. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൺസർട്ടനിറ്റി ഉണ്ട്. അതിനൊന്നും ആൻസർ ഇപ്പൊ അതെ അവരുടെ അതോറിറ്റീസിന്റെ അടുത്ത് പറഞ്ഞതാ. അല്ല, the thing is what I notice is the university need to be more, should be able to give more clarity to us. And I personally found Griffith to be very not very supportive. I know it is a difficult situation and all, but our emails when they send that back also, I'm not asking them to make me feel better. It's about giving me clarity, and avarku aa clarity polu illa. അവരുടെ ഏതോ ഒരു എക്സിക്യൂട്ടീവ് ആണ് നമ്മളുടെ ഇമെയിൽസ് ഒക്കെ റിപ്ലൈ ചെയ്യണത്. ആൻഡ് അവര് this is probably their first job. They have no clarity what they are saying. So it's very hard because ഒരു ഐഡിയ ഇല്ലാണ്ട് നമ്മൾ നിൽക്കുക. The university has made it has sent me a reply saying that of course if you need to go back home you can, but then there's no guarantee as to how the regulations could change. So when university tells you that, then you are really second guessing if it's safe, if it would make sense for you to go home or not. I see. So finally, if I would ask all of you to say maybe 1 or 2 things that you think could help, നിങ്ങളുടെ 1-2 സജഷൻസ് ഓരോരുത്തരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, മേ ബി
ഞാൻ സ്റ്റുഡൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഐ കം ബാക്ക് ടു ഫിലിപ്പ് ഷുവർ ഉറപ്പായിട്ടും. Anirudh, what is your suggestion? എന്ത് മാറ്റാണ് അനിരുദ്ധ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാം? ആദ്യത്തെ ഗ്രിഫിത്തിൽ, ഇപ്പൊ ഞാൻ ഗ്രിഫിത്തിൽ പഠിക്കുകയാണ്, ഞങ്ങൾ എല്ലാവരും ഗ്രിഫിത്തിൽ പഠിക്കുകയാണ്. ഞങ്ങൾക്ക് they created something called a bursary student support fund എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഈ ഫണ്ട് അവര് ഇന്ന് തുറന്നു 2 ദിവസത്തേക്ക് തുറന്നു വെക്കും. ആൻഡ് ഓൺലി പീപ്പിൾ ഹു അപ്ലൈ വിത്തിൻ ദാറ്റ് പീരിയഡ് ആർ പൊട്ടൻഷ്യൽ, it's not guaranteed that they will fund you. There is something that up to about $1,500 that they will give you and stuff. one time ആണ്, അതൊരു one time payment ആണ് ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ട്. What I realize is കുറെ domestic students are also applying for that, and that makes it hard for the international students when there is a stat that says that we pay 3 times more than domestic students fees. Okay, so there is no exclusive support for international students, and more support ഈ കോഴ്സസിന് കുറച്ച് പ്രൈസ് റിഡക്ഷൻ അങ്ങനത്തെ കുറച്ച്. അതെ, ഞാൻ അവർക്ക് ലൈക്ക് ഫോർ എക്സാമ്പിൾ എന്റെ ഫീസ് അടയ്ക്കുന്ന ഡ്യൂ ഡേറ്റ് വാസ് ഫസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിൽ. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സെമസ്റ്ററും 4 സബ്ജക്ട് ഉണ്ട്. അപ്പൊ ഞാൻ 3 സബ്ജക്റ്റിന് ഫീസ് അടച്ചു. ഒരു സബ്ജക്റ്റിന് ഡ്യൂ ഡേറ്റ് ഇസ് എൻഡ് ഓഫ് ദിസ് മന്ത്. അപ്പൊ ദാറ്റ്സ് എ സർട്ടൻ amount that I might be a little short of. And appo I send them emails saying, can you waive a certain percentage? I don't want your bursary student fund or anything. Our fees, one subject fees is about 3,500 or something. Adnu 10% if you reduce or 15% reduce, that helps me more than your student bursary fund. Or if you can extend the due date. If a due date adutha aizhanenge adu oru 2 aizhekku extend cheyan petto, because it will give me that much time to arrange the money. Ipo njan India inde fund edukkanengilum അല്ലെങ്കിൽ എനിക്ക് ഒരു അടുത്ത 2 ആഴ്ചയിൽ ജോലി കിട്ടിയിട്ട് ആ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ that gives me time. Otherwise I am categorized under a defaulter, and I just don't feel good about that. So that would be my suggestion. I hope that university is getting fund from the government. I'm very clear on that. I've been following the news and their channel, but that support is not being shown to students, and I wish that has more clarity for us. That would be my feeling personally. Method and the suggestion, what do you think can change? എനിക്ക് റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നത്, ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കറന്റ് സ്ഥലത്ത് നിന്ന് എന്തായാലും സപ്പോർട്ട് കിട്ടില്ല. കാരണം ഞങ്ങൾ കാഷ്വൽ ആണ്. അവർക്ക് അവരുടെ ഫുൾ ടൈം പാർട്ട് ടൈം എംപ്ലോയീസിനെ ടേക്ക് കെയർ ചെയ്തിട്ടേ നമ്മളുടെ കാര്യം അവർക്ക് നോക്കാൻ പറ്റുള്ളൂ എന്താണെങ്കിലും. സോ വി ആർ നോട്ട് എനിവേ പ്രയോറിറ്റി. അതുകൊണ്ട് അവിടുന്ന് എന്തായാലും ഒന്നും ഉണ്ടാവില്ല. സ്കോട്ട് മോറിസിന്റെ പ്രസ് കോൺഫറൻസ് അനുസരിച്ചും ഞങ്ങൾക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് സപ്പോർട്ട് ഇല്ല. അപ്പൊ ദ ഓൺലി സോഴ്സ് ഓഫ് സപ്പോർട്ട് എനിക്ക് കാണാവുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ഞങ്ങള് $15,000 പെർ ട്രൈമസ്റ്റർ അടയ്ക്കുന്നുണ്ട്. അത്രയും പൈസ അവർക്ക് എന്തായാലും ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവിടെ സ്റ്റുഡൻസ് ഇല്ല, യൂണിവേഴ്സിറ്റിയില്ല, ആരുമില്ല. ഇറ്റ്സ് ജസ്റ്റ് എംപ്റ്റി. സോ അത്രയും പൈസയുടെ ശരിക്കും അവർക്ക് ആവശ്യമില്ല ഞങ്ങള് വീട്ടിലിരുന്ന് പഠിക്കാനായിട്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു 5% or 10% അവര് സ്റ്റുഡൻസിന് റീഫണ്ട് കൊടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് തൽക്കാലത്തേക്ക് they will be able to manage their expenses, basic expenses. That's the only thing I can see happening. Just adding to ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങള്, ഈ ഒരു സിറ്റുവേഷൻ നടത്തുന്ന സമയത്ത് ഞാൻ എന്റെ വൈസ് പ്രസിഡന്റ്, യൂണിവേഴ്സിറ്റിന്റെ വൈസ് പ്രസിഡന്റിലേക്ക് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഫീസ് എക്സ്റ്റൻഷൻ തരാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു 10% ഡിഡക്ട് ചെയ്യാൻ പറ്റുമോ? ബിക്കോസ് ആസ് എൻ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ഞാൻ ഇവിടെ എക്സ്പീരിയൻസിനായിട്ട് വരുന്നത്, and I'm paying 3 times more than domestic students. So now that every class has become online, I'm not the university is charging for university ന്റെ എക്സ്പീരിയൻസും ഫെസിലിറ്റീസ് യൂസ് ചെയ്യാനും കുറെ ഇവന്റ്സ് ഒക്കെ അതിനൊക്കെ അവർ പൈസ എടുക്കാണ്. ഇപ്പൊ നമ്മൾ എല്ലാവരും വീട്ടിലല്ലേ ഇരിക്കണം. അപ്പൊ ആ ഇവന്റ്സും എക്സ്പീരിയൻസും വാട്ട് എവർ ദേ ആർ ചാർജിങ് ഫോർ ഷുഡ് ടെക്നിക്കലി നോട്ട് ബി there, right? And the vice president email എൻ്റെ അടുത്തുണ്ട് where she said whether it is online or whether it is class this thing എല്ലാം ഒന്നാണ്, അതിന്റെ റേറ്റ് ഒക്കെ ഒന്നാണെന്ന് ആ ഒരു ഇതിലാണ് അവര് പറഞ്ഞത്. സോ അത് എനിക്ക് I don't make sense. I didn't want to reply to her and get into an argument, but
I have that email from her, and it makes no sense. How can you say an online class and coming to university are the same charges? ഇവിടെ ഞാൻ എൻ്റെ വൈഫൈ യൂസ് ചെയ്യാണ്, എൻ്റെ ലാപ്ടോപ്പ് യൂസ് ചെയ്യാണ്, വീട്ടിലാണ് കുത്തിയിരിക്കുന്നത്. How is that equivalent to coming to university and studying? So I was really disappointed to hear that from my vice president, who has campaigns across the country. In India there's so many marketing campaigns of Griffith and all that, but she said online classes and this thing are the same. Yeah. Your suggestion, എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? I think what they need to do is, because even I've been emailing the vice president back and forth about a lot of things, and you'd also notice that a lot of universities in Melbourne and Sydney have a larger international student help. They have a lot of funding that they're providing now, because those two states together is what provides to the overall Australian international, they contribute largely to the economic condition of the country. So right now those two states have so much spotlight on them, and Griffith is not doing the same things as those universities, because they have actually started bigger funds. But yeah, Griffith is still stuck on not doing anything, and one fund that they had provided, and yeah, she's pretty adamant on online and physical classes being on the same level, which just doesn't make sense. മൂന്ന് സ്റ്റുഡൻസും പറയുന്ന കാര്യങ്ങൾ ഒരുപാട് സിമിലാരിറ്റി ഉണ്ട് അവർക്കൊക്കെ. ഐ തിങ്ക് ഫിലിപ്പ് അവരുടെ സത്യമാണ്. ഇവര് നമ്മള് ശരിക്കും അപ്ലൈ ചെയ്യണമെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ എഡ്യൂക്കേഷണൽ എക്കോണമി. തീർച്ചയായിട്ടും ഒരുപാട് നമ്പർ ഓഫ് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോ ഇവിടുത്തെ റൂൾ പ്രകാരം ആദ്യത്തെ ഒരു വർഷം പ്രൊവൈഡ് ചെയ്യണം സ്വന്തം എന്നുള്ളൊരു റൂള് വന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന സ്റ്റുഡൻസ് ഇവര് പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചറിലേക്കും മറ്റേ ഫെസിലിറ്റീസിലേക്കും ഒക്കെ കോൺട്രിബ്യൂട്ട്. അപ്പോ ഈ ഒരു സമയത്ത് നമുക്ക് ഈ കോവിഡ് വന്നു പോകും, ഈ കാലഘട്ടം മാറും, ഇതെന്തായാലും ശാശ്വതമായി നിൽക്കും. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് റീറ്റെയിൽ ഇൻഡസ്ട്രിയിലും ടൂറിസം ഇൻഡസ്ട്രിയിലും അതിനെ കണക്റ്റഡ് ആയിട്ടുള്ള ജോബ്സ് വേർ നമ്മുടെ സ്റ്റുഡൻസ് ആർ വർക്കിംഗ്. അപ്പൊ അത് എഫക്ട് ചെയ്യുമ്പോൾ ഇവരുടെ സസ്റ്റൈനൻസ്, ഇവരുടെ ജീവിതം ആണ് ശരിക്കും വഴിമുട്ടി നിൽക്കുന്നത്. അപ്പൊ അവർ ഡിപ്പെൻഡന്റ് ഓൺ നോട്ട് ഫാമിലീസ് അലോൺ ബട്ട് ഓൾസോ ഡെയിലി എക്സ്പെൻസ് ഇവർക്ക് ഇവരുടെ തന്നെ ആവശ്യമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവരൊരു റെന്റ് ഒരു റിഡക്ഷൻ അല്ലെങ്കിൽ ഒരു പേയിങ് ബാക്ക് ചെയ്യേണ്ടതല്ലേ, ഒരു പെർസെന്റേജ് അവരുടെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതല്ലേ? ഫിലിപ്പിന്റെ അഭിപ്രായം എന്താ? ഗവൺമെന്റിന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞാല് ഞാൻ പഠിക്കാൻ വന്നപ്പം എന്റെ സിറ്റുവേഷൻ എനിക്കറിയത്തുള്ളൂ. അന്നത്തെ സിറ്റുവേഷനിൽ എനിക്ക് അന്നത്തെ എന്റെ 2 വർഷത്തെ ഫുൾ ലിവിങ് എക്സ്പെൻസും കാണിക്കണമെന്നുള്ളതായിരുന്നു എന്റെ എക്സ്പീരിയൻസ്. അതെനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 25-30 lakhs വരുമായിരുന്നു 2 വർഷത്തേക്ക് അവർ കാണിക്കാൻ ചോദിച്ചിരുന്നത്. അന്ന് അത് കാണിക്കണമെന്ന് ഇപ്പോഴത്തെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ ഈ ന്യൂസ് കണ്ടപ്പോഴത്തേക്കിന് 1 വർഷത്തെ കാണിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അത് ചെയ്ത് കിട്ടിയാൽ ഇറ്റ്സ് ഗുഡ്. നമുക്ക് ഇപ്പൊ ഈ നേരത്തെ അനിരുദ്ധ് പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ വരുന്നത് ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നാട്ടിൽ പഠിച്ചാൽ മതിയായിരുന്നു. ആ ഒരു എക്സ്പോഷർ കിട്ടാൻ വേണ്ടി. അതൊന്നും നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ അവർ ചോദിച്ചത് ആദ്യമേ പറഞ്ഞു. അവരോട് നമ്മൾ അവര് നമ്മളോട് കമ്മിറ്റ് ചെയ്തിരുന്നത് ഇതൊക്കെയാണ്, ഈ എക്സ്പീരിയൻസും നമ്മുടെ ഈ എക്സ്പോഷറും ഒക്കെയാണ്. ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ കമ്മിറ്റ് ചെയ്ത ആ ഫുൾ ഫീസ് അതാണ് അവരോട് കമ്മിറ്റ് ചെയ്തിരുന്നത്. അത് മൊത്തം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ഡൈജസ്റ്റ് ചെയ്യാൻ പാടാണ്. നമുക്ക് കിട്ടുന്നില്ല, അവർക്ക് കൊടുക്കാനുള്ള മുഴുവൻ കൊടുക്കാൻ വേണം. അങ്ങനത്തെ കുറച്ച് പോയിന്റ് കാണിച്ച് ഈ വൈസ് പ്രസിഡന്റിനോടും ഇച്ചിരി അതോറിറ്റീസിനോടും കാണിച്ചാൽ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു ചെറിയ ബെനിഫിറ്റ് കിട്ടുമായിരിക്കും. പിന്നെ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഒരുപാട് ഡിസ്കൗണ്ട് ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അനിരുദ്ധ് ചോദിച്ച പോലെ ഒരു കുറച്ച് നാളത്തെ ഒരു സമയം കിട്ടുമായിരിക്കും. അത് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു അത് തരേണ്ടതാ. അത്
വൈസ് പ്രസിഡന്റ് അല്ലാതെ 2-3 പേരോട് ചേർന്ന് ചോദിച്ചാൽ, ഡീനോടും അവരോട് ചോദിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു കൺസിഡറേഷൻ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി. കാരണം നമ്മൾ അവിടുന്ന് കുറച്ചു നേരം പറയുന്നില്ല, കുറച്ച് ടൈമോട് ചോദിക്കുന്നുണ്ട്. ഇന്നാളൊരു സ്റ്റുഡന്റ് ടൂമ്പലർ പറയുന്നുണ്ടെന്ന്, ഒരു ഇപ്പം ദൃശ്യം പറഞ്ഞ പോലെ അവർ ബാംഗ്ലൂർ ബേസ്ഡ്, ഇവർ മുംബൈ ബേസ്ഡാ. അവർക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പൈസ അയക്കാൻ പറ്റുന്നില്ല, കാരണം ബോംബെയിൽ ലോക്ക്ഡൌണാ, വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ പലർക്കും ഉണ്ട്. അങ്ങനത്തെ നമ്മുടെ സിറ്റുവേഷനോട് പറഞ്ഞ എനിക്ക് തോന്നുന്നു ടൈം നമുക്ക് ഉറപ്പായിട്ടും കിട്ടാവുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഇങ്ങനൊരു സിറ്റുവേഷനിൽ. കാരണം ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത നമ്മുടെ ഉണ്ട്, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് ഗവൺമെന്റ് അടുത്ത് നിന്ന് എന്തുമാത്രം കിട്ടുമെന്നോ, പക്ഷെ നമുക്ക് ഉറപ്പായിട്ടും ഒരു പെറ്റീഷൻ 4 പേരല്ലാതെ if we can raise from like 10,000, 10 or 20 or 25,000 സ്റ്റുഡൻസ് നമുക്ക് ഇവിടെ കാണും. അവർ എല്ലാവരുടെയും ചേർത്തിട്ട് ഒരു പെറ്റീഷൻ കൊടുത്ത് we can try കൊടുത്ത് നോക്കാന്നേ പറയാൻ പറ്റത്തുള്ളൂ. നല്ലൊരു സജഷൻ. I think if anything would come out of this today's chat, if we can initiate അത് അങ്ങനെ ഒരു സജഷൻ വെച്ചിട്ട് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു സമയമോ അല്ലെങ്കിൽ ഒരു ടൈം നീട്ടി കിട്ടാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഐ തിങ്ക് ഒരുപാട് ആൾക്കാർക്ക് അത് ബെനിഫിഷ്യൽ ആണ്. തീർച്ചയായിട്ടും. We can close the console of this chat. Okay, thank you very much. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ. Thank you, Dan. എല്ലാം ശരിയാവും, ബാക്ക് ടു നോർമലോ. പക്ഷെ ഇൻ ദ മീൻ ടൈം എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാത് അസോസിയേഷൻസോ അല്ലെങ്കിൽ നമ്മളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സോ അറ്റ്ലീസ്റ്റ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഇവിടെയുള്ള മലയാളികൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സഹായിക്കാൻ പറ്റും. Thank you. Thank you. Bye. Yes. Thank you, Doctor. ഇത് കണ്ടക്ട് ചെയ്താൽ കുറെ കാര്യങ്ങളിലൂടെ ചെയ്യാൻ പറ്റും. Thank you very much. Thank you.